ചില സ്ഥലങ്ങളോടും ചില ആളുകളോടും നമുക്ക് നെഗടിക്കൂലേ, അതേപോലെ നെഗടിച്ചൊരു സ്ഥലമായിരുന്നേ പ്രീവിയസ് ലാബ്. അവിടെ ഇനി പോയില്ല എന്ന് തീരുമാനിച്ചിറങ്ങിയതാ. സ്കാനിങ്ങിലൊന്നും കാണിക്കാത്തതുകൊണ്ട് ഇനിയിപ്പം ഡോക്ടറെ കാണിക്കണോ തിരിച്ചു പോകാമെന്നായിരുന്നു എൻ്റെ ഒരു മൈൻഡ്. പിന്നെ കുട്സ് പറഞ്ഞു എന്തായാലും ഡോക്ടറിനെ കണ്ടിട്ടേ തിരിച്ചു പോകണ്ടു എന്നുള്ള ഒറ്റ നിർബന്ധത്തിൽ നിന്നതാട്ടോ. സോറി, ഇതൊരു ഫോൾസ് പ്രഗ്നൻസി ആണ് എന്ന് ഡോക്ടർ പറയും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്. പക്ഷേ വളരെ പോസിറ്റീവായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, ഇതിപ്പോൾ സ്കാനിങ്ങിൽ കാണിക്കാത്തതാണേ, നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് കൂടി എടുത്ത് നോക്കാം. അത് കേട്ടപ്പോൾ ഞാൻ ഇനിയിപ്പം ബ്ലഡ് ടെസ്റ്റിൽ എന്ത് കാണിക്കാനാ. പിന്നെ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാട്ടോ കാര്യം പിടികിട്ടിയത്. സർട്ടൻ നമ്പർ ഓഫ് സെൽസും അതുപോലെ സർട്ടൻ ഗ്രോത്തുമുള്ള ഒരു എംബ്രിയോ മാത്രമേ സ്കാനിങ്ങിലൂടെ കാണാൻ പറ്റുള്ളൂ അത്രേ. എൻ്റെ LMB ഡേറ്റ് വെച്ചിട്ട് സ്കാനിങ്ങിൽ കാണിക്കേണ്ടതാണ്, എന്നാലും ഡോക്ടർ പറയുന്നതല്ലേ വലിയ കാര്യം, അതുകൊണ്ട് നമ്മൾ ചെയ്യാമെന്ന് വെച്ചു. 2 ദിവസങ്ങളിലായി സെയിം ടൈം എടുത്ത HCG റിസൾട്ട് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുക. ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ ഇന്ന് റിസൾട്ടിൽ കിട്ടുന്ന കൗണ്ടിനേക്കാൾ ഡബിൾ ആയിരിക്കണം നമ്മൾ അടുത്ത ദിവസം എടുക്കുന്ന കൗണ്ട്. സൗകര്യപൂർവ്വം നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് തലശ്ശേരിയിൽ നിന്നും രണ്ടാമത്തെ ടെസ്റ്റ് നാട്ടിൽ നിന്നുമാണ് എടുത്തത്. ആദ്യത്തെ ദിവസത്തെ ടെസ്റ്റ് റിസൾട്ട് പ്രകാരം ഞാൻ പ്രഗ്നൻ്റ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. അപ്പം നമുക്കൊരു ഹോപ്പ് വന്നില്ലേ പിന്നെയും. പിന്നെ അടുത്ത റിസൾട്ടിനുള്ള വെയിറ്റിങ്ങിലായി. സെക്കൻഡ് ഡേ ഓഫ് ടെസ്റ്റ് നമ്മൾ ബ്ലഡ് നാട്ടിലൊക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്ക് റിസൾട്ട് വരുമെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ വിട്ടു. അങ്ങനെ OPയിൽ അങ്ങ് ഇരിക്കുക. റിസൾട്ട് വരുമോ ഡോക്ടർ വിളിക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു. അതിൻ്റെ നടുക്ക് റിസൾട്ട് എന്താകുമെന്ന് ആലോചിക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ റിസൾട്ട് വന്നു. പതിവിന് വിപരീതമായിട്ട് കൗണ്ട് ഇരട്ടയാവേണ്ടതിന് പകരം കുറേയാണ് ചെയ്തത്. ബലൂണിന് കാറ്റഴിച്ച് വിട്ട പോലെ രണ്ടാളം മൂടും പോയി. 2 റിസൾട്ടും ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ ഓക്കെയാണ്, പക്ഷെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം റേഞ്ചസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ. പിന്നെ ഡിജിറ്റൽ ഞാനും കുട്സും അടിപൊളിയായതുകൊണ്ട് നമ്മൾ പിന്നെ ഡോക്ടർക്ക് വിട്ടുകൊടുത്തു. ഡോക്ടറും ഇത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളോട് ആരാ 2 സ്ഥലത്തുനിന്ന് ചെയ്യാൻ പറഞ്ഞത്, പോയിട്ട് ഒരേ സ്ഥലത്തുനിന്ന് ചെയ്തിട്ട് വാന്ന് പറഞ്ഞു. അതപ്പം അങ്ങനെ ഒരു ട്വിസ്റ്റായി. ഈ കാത്തിരിപ്പിനൊരു അവസാനമില്ലല്ലോ എന്നാ